ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, ഓം ബ്രഹ്മണേ മൂർത്തിമതേ എന്നു തുടങ്ങുന്ന ഗുരുഷട്കം എന്ന കൃതിയിൽ ശിവലിംഗദാസ സ്വാമികൾ മഹാഗുരു ശിവസ്വരൂപമായി അഥവാ പരബ്രഹ്മമായിട്ടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കാലം മഹാഗുരുവിനോടൊപ്പം കഴിഞ്ഞ ഗുരുദേവ ശിഷ്യനാണ് ശിവലിംഗദാസ സ്വാമികൾ. മഹാഗുരു ആരാണെന്ന് അനുഭവിച്ചറിഞ്ഞതിന് ശേഷം എഴുതിയ കൃതിയാണ് ഗുരുഷട്കം. ഗുരുഷട്കത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മന്ത്രം തന്നെ ഓം നമഃശിവായ എന്നതാണ്. ഇവിടെ ശിവഭഗവാനും മഹാഗുരുവും ഒന്നു തന്നെ എന്നാണ് ശിവലിംഗദാസ സ്വാമികൾ അഥവാ കൊച്ചപ്പിപ്പിള്ള എന്ന സന്യാസി ശിഷ്യൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇതിനർത്ഥം ഗുരുവിനോടുള്ള പ്രാർത്ഥന ശിവഭഗവാനോടുള്ള പ്രാർത്ഥനയ്ക്ക് തുല്യമാണ്, അല്ലെങ്കിൽ ശിവഭഗവാനോടുള്ള പ്രാർത്ഥന ഗുരുവിനെ പ്രാർത്ഥിക്കുന്നതിനും തുല്യമാണ് എന്നതാണ്. ഇവിടെ ഇത്രയും പറഞ്ഞു വച്ചത് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അത് മനസ്സിലാക്കി വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ സ്വയമേവ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഇങ്ങനെ ഒരു ശുദ്ധീകരണം നടക്കുമ്പോൾ മൊത്തം ജീവിതത്തിലും ആ ശുദ്ധി പ്രകടമാകുന്നു. ഇതുമൂലം ജീവിതം അർത്ഥവത്തായി മാറുന്നു. ജീവിതത്തിലുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും കരകയറുവാൻ ആചാര്യന്മാർ ഉപദേശിച്ചു തന്നിരിക്കുന്ന ശിവമന്ത്രങ്ങളിൽ ഒന്നാണ് ഇവിടെ ചൊല്ലുന്നത്. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേയത് ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. കാരുണ്യസാഗരമായ ശ്രീ മഹാദേവ ശംഭോ, അവിടത്തേക്ക് നമസ്കാരം. കൈകൾ, കാലുകൾ, വാക്ക്, ശരീരം, പ്രവൃത്തികൾ, കാത്, കണ്ണ്, മനസ്സ് എന്നിവയിലൂടെ ചെയ്തുപോയ കർമ്മങ്ങൾ അല്ലെങ്കിൽ അവ ചെയ്യാതിരിക്കൽ വഴിയോ നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്തതിലൂടെയോ ചെയ്ത എല്ലാ തെറ്റുകളും ദയവായി അവിടുന്ന് ക്ഷമിക്കണമേ എന്നതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. കൈകൾ നീതിയില്ലാത്തവരെ സഹായിക്കുമ്പോഴും കളവ് ചെയ്യുമ്പോഴും അന്യരെ പ്രകോപിപ്പിക്കുമ്പോഴും ദൈവത്തെ നിന്ദിക്കുമ്പോഴും ഭക്തജനങ്ങളെ സഹായിക്കാതിരിക്കുമ്പോഴും ദാനധർമാദികൾ ചെയ്യാതിരിക്കുമ്പോഴും തെറ്റുകൾ ചെയ്യുന്നു. നാം പോകരുതാത്ത സ്ഥലങ്ങളിലേക്ക് പോകാൻ കാരണമാകുന്ന ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചേരുന്നതും നാം പോകേണ്ടുന്ന സ്ഥലത്ത്, അതായത് പുണ്യസ്ഥലങ്ങൾ ഉള്ളയിടത്ത് പോകാതിരിക്കുകയും ചെയ്യുന്നത് കാലുകൾ കൊണ്ടുള്ള പാപമാണ്. ഇനി അന്യരെ വിമർശിക്കുമ്പോഴോ പരദൂഷണം നടത്തുമ്പോഴോ കള്ളങ്ങളും കെട്ട വാക്കുകളും പറയുമ്പോഴോ ദൈവത്തിൻ്റെ മഹത്വങ്ങൾ ഉദ്ഘോഷിക്കാതിരിക്കുമ്പോഴോ നാം വാക്കുകൾ കൊണ്ട് തെറ്റു ചെയ്യപ്പെടുന്നു. ദൈവത്തെ ആരാധിക്കാതെ ശരീരത്തെ ആരാധിക്കുന്നതും ഹീനവൃത്തികൾ ചെയ്യുന്നതും നമ്മുടെ സ്വന്തം പുരോഗതിക്കായി യത്നിക്കാതിരിക്കുകയും ചെയ്യുന്നതും ശരീരത്തിലൂടെ നാം ചെയ്യുന്ന തെറ്റുകളാണ്. കൂടാതെ നാം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളും പാപത്തിലേക്ക് വഴി തുറക്കുന്നു. ചെവികളിലൂടെ നാം തെറ്റ് ചെയ്യുന്നതിന് ഉദാഹരണങ്ങളാണ് പരദൂഷണം കേൾക്കുന്നതും സതുപദേശങ്ങൾ നിരാകരിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്വങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നതും ഇവയൊക്കെ. ഇനി കണ്ണിൻ്റെ കാര്യമെടുത്താൽ ദൈവകാര്യങ്ങൾ കാണാതെ അശ്ലീലം മാത്രം കാണുന്നതും അവയെ പ്രോത്സാഹിപ്പിക്കുന്നതും കണ്ണുകൾ കൊണ്ട് ചെയ്യുന്ന പാപങ്ങളാണ്. ഇനി മനസ്സിൻ്റെ കാര്യമെടുത്താൽ അതിൽ നിറയുന്ന ക്രൂരത നിറഞ്ഞ ചിന്തകൾ, ദൈവചിന്തനം പാടെ ഇല്ലാതാവുക, വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക, അസത്യമായത് വിചാരിക്കുക എന്നിവ മാനസികമായി നാം ചെയ്യുന്ന പാപങ്ങളാണ്. ഹിതമായ കാര്യങ്ങൾ ഭാഗികമായി ചെയ്യുമ്പോഴോ അഹിതമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നാം പാപം ചെയ്യുന്നു. ഇത്തരത്തിൽ ഒരു ജീവിതത്തിൽ നാം ചെയ്യുന്ന പാപങ്ങളുടെ കണക്കെടുത്താൽ അത് എണ്ണമറ്റതാവുന്നു. പശ്ചാത്താപവും ദൈവചിന്തയും
പാപമോചനത്തിന് വഴി തുറക്കുന്നു. ഭഗവാൻ ശിവൻ കരുണയുടെയും കാരുണ്യത്തിൻ്റെയും മഹാസാഗരമാണ്. മുകളിൽ വിവരിച്ച ശിവഭഗവാന്റെ പ്രാർത്ഥനാമന്ത്രം നമ്മുടെ ജീവിതചര്യയുടെ ഒരു ഭാഗമാക്കിയാൽ ശ്രീനാരായണ പരമഹംസ ദേവൻ്റെയും ശ്രീ ഗുരു ശിവഭഗവാന്റെയും കാരുണ്യവർഷത്താൽ പാപമോചനമുണ്ടായി സ്വർഗലോക പ്രാപ്തി സാധ്യമാവുന്നതാണ്. എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.